എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അതെല്ലാം തീർക്കണമായിരുന്നു. പിന്നെ ഓണം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് വീഡിയോസുകളൊന്നും കൃത്യമായിട്ട് എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ പുറകെ പോകാനോ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല പുതിയ പുതിയ വീഡിയോസുകൾ വരും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് LG സ്പ്ലിറ്റ് AC ഇൻഡോർ PCB ആണ്. ഈ PCB റെഡിയാക്കാൻ പറ്റില്ല. ഇത് എനിക്ക് ഗോവയിൽ നിന്നിട്ട് നമ്മുടെ ഒരു വ്യൂവർ അയച്ചു തന്ന ഒരു ബോർഡാണ്. അപ്പോൾ പിന്നെ പുള്ളി അയച്ചു തന്നിരിക്കുന്ന ആളും ഒരു ടെക്നീഷ്യനാണ്. എൻ്റെ അടുത്ത് എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ പുള്ളി ചെക്ക് ചെയ്തിട്ട് പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഇത് റെഡിയാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിത് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നു, ഞാനും ചെക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും നോക്കി. ഇത് റെഡിയാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും എന്തുകൊണ്ടായിട്ടാണ് ഇത് റെഡിയാക്കാൻ കഴിയാത്തത് എന്നത്. അതിനുപരി ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒരു ബോർഡ്, അതായത് പവർ ഓണാകാത്ത കണ്ടീഷനിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളതാണ് എനിക്കിതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞു തരാനുള്ളത്. ഇത് എൻ്റെ അറിവ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒരു ഓണാകാത്ത ബോർഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനാണ്. പവർ എല്ലാം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അത് ചെക്ക് ചെയ്ത് പവർ എല്ലാം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ബോർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇത് നമ്മൾ പവർ കൊടുത്തതിന് ശേഷം പവർ ഇതിനകത്ത് 5 വോൾട്ട് നമ്മുടെ MCUന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഇതിനകത്തൊരു ബസർ കേട്ട് ഇത് ഡിസ്പ്ലേ ഓൺ ആകുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു LGയിലുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു ഓണാവാത്ത കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെറ്റാണെന്ന് വിചാരിക്കാം. ആദ്യം ചെക്ക് ചെയ്യുക, ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഓക്കെ, ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇത് 5 വോൾട്ടിൽ വരുന്ന ചെറിയ കപ്പാസിറ്ററാണ്. ഇത് 12 വോൾട്ടിൽ വരുന്ന കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പവർ കൊടുത്തിട്ട് ആദ്യം ഇതിൻ്റെ 5 വോൾട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ മൾട്ടിമീറ്റർ ഞാൻ വോൾട്ടേജ് DC വോൾട്ടേജ് മോഡിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ആ പവർ സപ്ലൈ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യണം. നമുക്കിവിടെ എത്ര 4.932, അതായത് 5 വോൾട്ട് ഇവിടെ നമുക്ക് സപ്ലൈ ഉണ്ട്. ഓക്കെ, 12 വോൾട്ടിൻ്റെ ഡയോഡ് ഇവിടെ ഇരിപ്പുണ്ട്. ആ 12 വോൾട്ടും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 14 വോൾട്ട് വരുന്നു, അത് ഓക്കെയാണ്. കാര്യം നമ്മുടെ റിലേക്ക് വേണ്ടി വരുന്ന ഒരു സപ്ലൈ ആണ്. അപ്പോൾ ആ 2 വോൾട്ടേജ് നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും സമയമായിട്ടും നമുക്ക് ഇത് ഓൺ ആയിട്ടില്ല. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, പവർ സപ്ലൈ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റലിലെ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലിൽ എത്ര വോൾട്ടേജ് വരുന്നു? ക്രിസ്റ്റൽ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ആ ക്രിസ്റ്റലിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റലിൽ വൺ സൈഡിൽ നമുക്ക് 0.173 വരുന്നുണ്ട്. അത് റോങ് ആൻസറാണ്. അടുത്ത പോയിന്റിൽ 0.168 വരുന്നുണ്ട്, അതും റോങ് ആയിട്ടുള്ള ആൻസറാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലിൽ പ്രോപ്പറായിട്ട് വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ കംപ്ലൈൻ്റ് അല്ല. ക്രിസ്റ്റലിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വോൾട്ടേജ് കൃത്യമായിട്ട് വരും. ഈ IC ചൂടാവുന്നില്ല, ഹീറ്റ് ആവുന്നില്ല, തണുത്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് EEPROM-ആണ്. EEPROM-ൻ്റെ 8ാമത്തെ പിന്നിൽ 5 വോൾട്ട് വരണം. ഓക്കെ, നമുക്കിവിടെ 5 വോൾട്ട് ഉണ്ട്. ഇനി അതിൻ്റെ 4ാമത്തെയും 5ാമത്തെയും പിന്നിൽ 5 വോൾട്ട് വരണം. അവിടെ 5 വോൾട്ട് വരുന്നില്ല, ഉള്ളപ്പാവുന്നില്ല. അവിടെ 5 വോൾട്ട് ഇല്ല. ഈ മൂന്നിലും റോങ് ആയിട്ടുള്ള
ഒരു വോൾട്ടേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 8ാമത്തെ പിന്നിൽ നമുക്കിവിടെ 5 വോൾട്ട് ഉണ്ട്. ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് റീസെറ്റ് പിന്ന്. മെയിനായിട്ട് നമ്മുടെ MCUൻ്റെ റീസെറ്റ് പിന്നിലെ വോൾട്ടേജ് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ റീസെറ്റ് പിന്നിൽ 5 വോൾട്ട് പുള്ളപ്പ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു MCU ആക്റ്റീവ് ആയിരിക്കത്തുള്ളൂ. അത് ലോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു MCU ഡിസേബിളും, ഹൈ ആണെന്നുണ്ടെങ്കിൽ MCU ആക്റ്റീവും ആയിരിക്കും. അതാണ് നമ്മുടെ 1 2 3 4ാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ EEPROM ചിപ്പ് ചെക്ക് ചെയ്ത് അതിൻ്റെ 8ാം നമ്പറിൽ പിന്നിൽ 5 വോൾട്ട് വരുന്നുണ്ട്. ഈ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റീസെറ്റ് പിന്നാണ്. റീസെറ്റ് പിന്നിൽ നമുക്കിവിടെ 5 വോൾട്ട് വരണം. 5 വോൾട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ 4 വോൾട്ടെങ്കിലും മിനിമം വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ MCUവിൽ റീസെറ്റ് പിന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ MCUക്ക് ഒരു നമ്പർ ഉണ്ടാവും. ഇത് പാനാസോണിക്കിൻ്റെ MCU ആണ്. അപ്പോൾ ആ പാനാസോണിക്കിൻ്റെ MCUയുടെ നമ്പർ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് എടുക്കുക. ഡാറ്റ ഷീറ്റ് എടുത്തതിന് ശേഷം അതിൽ നോക്കുമ്പോഴത്തേക്കും ഏത് പിന്നാണോ റീസെറ്റ് പിന്നെന്നുള്ളത് നമുക്കതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അതിൻ്റെ ആ പിന്ന് ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളിതിൽ ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ICനെ സംബന്ധിച്ച് ഇതിൻ്റെ റീസെറ്റ് പിന്നെന്ന് പറയുന്നത് 11ാം നമ്പർ പിന്നാണ്. 11ാമത്തെ നമ്പർ പിന്ന് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. അവിടെ വരുന്നതും വോൾട്ടേജ് 5 വോൾട്ട് വരേണ്ടടുത്ത് നമുക്കിപ്പോൾ 939. ഇവിടെ നമ്മുടെ ഡേറ്റയിലും ക്ലോക്കിലും സിഗ്നലും ആ ഒരു റേഞ്ചിലാണ് വോൾട്ടേജ് നിൽക്കുന്നത്. റീസെറ്റ് പിന്നിലും ആ ഒരു വോൾട്ടേജ് തന്നെയാണ് നിൽക്കുന്നത്. ഈ റീസെറ്റ് പിന്നിൽ പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ EEPROM ചിപ്പിൻ്റെ 8ാമത്തെ കാലിൽ നിന്ന് ഒരു 0 ഓംസ് റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഈ ഒരു 472 എന്നുള്ള റെസിസ്റ്റൻസ് വഴി, അതായത് 4.7K റെസിസ്റ്റൻസ് ഇട്ട് നേരെ ഇവിടെ വരും. ഇത് 102ൻ്റെ റെസിസ്റ്റൻസ്, അതായത് 1K റെസിസ്റ്റൻസ്. ആ 1K റെസിസ്റ്റൻസ് നേരെ ആ ഒരു ലൈൻ ഈ ഒരു കപ്പാസിറ്ററിലോട്ട് വരും. ഈ കപ്പാസിറ്ററിൽ നിന്നാണ് നേരെ 11ാമത്തെ പിന്നിലോട്ട് പോകുന്നത്. ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ആ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ ഞാനിപ്പോൾ ബസർ മോഡിലിട്ടിട്ടുണ്ട്. ബസർ മോഡിലിട്ടിട്ട് ഇവിടെ നിന്ന് 11ാമത്തെ പിന്നിന്ന് നേരെ ഈ ഒരു കപ്പാസിറ്ററിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ബസറുണ്ട്. അത് കണക്കിന് ഈ കപ്പാസിറ്ററിൽ നിന്ന് 1Kയിലോട്ട് ഇവിടെ നമുക്ക് ബസറുണ്ട്. ഈ 1K റെസിസ്റ്റൻസിൽ നിന്ന് നമുക്കിവിടെ 4.7K റെസിസ്റ്റൻസിൻ്റെ ഇവിടെ ബസർ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് 8ാമത്തെ പിന്നിൽ ബസർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പുള്ളപ്പ് റെസിസ്റ്റൻസ് ഡൗൺ ആവാൻ കാരണം എന്ന് പറയുന്നത് ഈ MCU ഇൻറ്റേർണലി ഷോർട്ടാണ്. നമ്മളിപ്പോൾ ഒരു ബസർ മോഡിലിട്ടിട്ട് ഗ്രൗണ്ടിൽ നിന്നും ഇതിൻ്റെ ഈ ഒരു ഇതിലും വെച്ച് കഴിഞ്ഞാൽ ബസർ അടിക്കത്തില്ല. അവിടെ ഓംസ് കാണിക്കും, ഒരു 16 കിലോ ഓംസോളം കാണിക്കും. പക്ഷേ ബസർ റണ്ണിങ് ഉണ്ടാവില്ല, ഷോർട്ടിങ് ഉണ്ടാവില്ല. കാര്യം ഈ ഒരു MCU ഇൻറ്റേർണലി ഷോർട്ടഡാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കണക്ഷൻ, അതായത് 11ാമത്തെ പിന്നിലോട്ട് പോകുന്ന ഈ ഒരു പ്രിൻ്റ് നമ്മൾ കട്ട് ചെയ്ത് വിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ആ 4 വോൾട്ടേജ് ഇവിടെ കാണിക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു MCU ഈ ഒരു ബോർഡ് റിപ്പയർ ചെയ്യാൻ കഴിയില്ല, സർവീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാര്യം ഈ MCU മാറണം. ഈ MCU മാറുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് തന്നെ റീപ്ലേസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് ഈ ഒരു ബോർഡ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു കാര്യമുണ്ട്, ഇത് 5ാമത്തെ പോയിൻ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ റീസെറ്റ് പിന്നിൽ 5 വോൾട്ട് ഉണ്ട്,
ക്രിസ്റ്റലിൽ കറക്റ്റ് വോൾട്ടേജ് വരുന്നുണ്ട്, പിന്നെ ഈ പ്രോം ചിപ്പിൽ കറക്റ്റ് വോൾട്ടേജ് വരുന്നുണ്ട് ഇവിടെ. പക്ഷേ എന്നിട്ടും MCU ചൂടാവുന്നില്ല, എന്നിട്ടും ഈ ഒരു MCU ആക്ടിവേഷൻ ആകുന്നില്ല, ഡിസ്പ്ലേയും വരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഇതിനകത്ത് വരും. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റൽ വോൾട്ടേജ് ഉണ്ട്, ഈ റീസെറ്റ് പിന്നിൽ വോൾട്ടേജ് വരുന്നുണ്ട്, ഈ പ്രോം ചിപ്പിൽ വോൾട്ടേജ് വരുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്കിവിടെ ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നില്ല, അത്തരൊരു സാഹചര്യം വരുമ്പോൾ ഈ പ്രോം ചിപ്പ് റീപ്രോഗ്രാം ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രോം ചിപ്പ് റീപ്രോഗ്രാം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ റെഗുലേറ്റിംഗ് വോൾട്ടേജ്. ഈ MCUക്ക് അകത്ത് തന്നെ ഒരു റെഗുലേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാവും. ഈ റെഗുലേറ്റിംഗ് വോൾട്ടേജും കറക്റ്റായിരിക്കണം. അപ്പോൾ ആ റെഗുലേറ്റിംഗ് വോൾട്ടേജ് എങ്ങനെ കണ്ടെത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക MCUവിനകത്തും കാണുന്നതാണ്. എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒട്ടുമിക്കതിലും ഈ ഒരു റെഗുലേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാവും. ഈ ഒരു റെഗുലേറ്റിംഗ് വോൾട്ടേജ് വരുന്നത് അതിൻ്റെ പിന്ന് എന്ന് പറയുന്നത് വി ക്യാപ്പ് എന്നായിരിക്കും അവന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വി ക്യാപ്പ് പിന്നെന്ന് പറയുന്നത് 19-ാം നമ്പർ പിന്നാണ്. ഈ 19-ാം നമ്പർ പിന്നിലാണ് അതിൻ്റെ ഈ ഒരു കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിലെ വോൾട്ടേജും ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു കപ്പാസിറ്ററിൽ പലതിലും പല രീതിയാണ്. ചിലതിൽ 1.4 ആയിരിക്കും, ചിലതിൽ 3.2 ആയിരിക്കും, 3.3 ആയിരിക്കും, ചിലതിൽ 4 വോൾട്ടേജ് ആയിരിക്കും. അങ്ങനെ പല പ്രോസസ്സറിനും പല രീതിക്കായിരിക്കും ഈ വി ക്യാപ്പ് വോൾട്ടേജ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ മസ്റ്റായിട്ടും വോൾട്ടേജ് ഉണ്ടായിരിക്കണം. ഈ ഒരു കപ്പാസിറ്ററിൽ 0 വോൾട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു MCU വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു കാര്യം കൂടെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു MCU വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റീസെറ്റ് പിന്നിൽ വരുന്ന കപ്പാസിറ്റേഴ്സുകൾ ഷോർട്ടായി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പിംഗ് ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഓക്കെയാണ്, എന്നിട്ടും ഈ ഒരു MCU വർക്ക് ചെയ്യുന്നില്ല, ഹീറ്റാവുന്നില്ല, ചൂടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഈ ഒരു MCU ഫുള്ളി ഡാമേജ്ഡ് ആണ്. ഇതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു MCU എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.